ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു റയർ ഗെയിമർ. അപ്പം നമ്മൾ പിന്നെയും കുറേ നാളെ ശേഷം വേറെ ഗെയിമായി വന്നിരിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇനി തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഡെയിലി വീഡിയോസ് ഇടാൻ പോകുന്നില്ല. ലൈക്ക് ആഴ്ചയിൽ 2-3 വീഡിയോസ് ഞാൻ ഇടുന്നു. കാരണം എക്സാം വരാൻ പോകണം. എക്സാം വന്നില്ലെങ്കിലും ഞാൻ ഇടാനൊന്നും പോകുന്നില്ല. കാരണം പഠിക്കാനുണ്ട് കാര്യം. അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുമെന്ന് അറിയില്ല. വെക്കേഷൻ സമയത്ത് ഇടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് സ്പൈഡർ ഫൈറ്റ് 3. സ്പൈഡർ ഹീറോ എന്നാണ് കൊടുത്തത്, എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ടായി. ഓക്കെ, ഇതാണ് നമ്മൾ. ഓക്കെ, അതൊന്നും നോക്കുന്നില്ല. ഓക്കെ നമ്മൾ സ്പൂർമാനായിരിക്കുന്നു. സ്പൂർമാൻ. ഓക്കെ, നല്ല ഗെയിമാണെന്ന് വിചാരിക്കുന്നു. പ്ലേ സ്റ്റോറിലാണ് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. ഓക്കെ നമുക്കൊന്ന് നിമിഷം വന്നിട്ടുണ്ട്. ആ മഞ്ഞ ലൈറ്റ് കാണിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളെത്തി. ഓക്കെ, എടാ ബെസ്റ്റ് എൻട്രി ഇൻ എവറി സ്പൈഡർ ഗെയിം. കളിച്ചതിൽ ഏറ്റവും വലിയ നല്ല എൻട്രി ആയിരുന്നു സ്പൈഡർമാൻ്റെത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല കാര്യം, ഇങ്ങനെ തന്നെ ഇരിക്കണ ഗെയിമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മൾ ആ മഴയൊക്കെ തകർത്തുണ്ട്. അപ്പോൾ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ പോകണം. ഇതിൽ ലൈക്ക് നമ്മുടെ സ്വിമ്മിങ് മെക്കാനിക്സൊക്കെ ഭയങ്കര ഈസിയാണ്. നമുക്ക് വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ സെയിം എൻട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ ഇതിന് അങ്ങോട്ടൊക്കെ പോകണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. പിന്നെയും ഓക്കെ, ഇനി ഫൈറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇടിക്കുന്നു, ഇടിക്കുന്നു. ഓക്കെ, അവൻ ഇടിച്ചു. മറ്റേ സ്പൈഡർമാൻ 2018 ആ സെയിം മെക്കാനിസം ആട്ടോ. മറ്റേ എന്താ എനിക്ക് മനസ്സിലായില്ല. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല. നമ്മൾ ബാങ്കിലേക്ക് പോകാം. പിന്നെയും തഗ്ഗുകൾ. എടാ, ഇതാടാ അയൺമാനാ. അത് ന്യൂ ഗാജൻ. അതെ, അയൺമാൻ വന്നിട്ട് സ്പൈഡർമാനൊരു സാധനം എടുത്ത് കൊടുത്തുടാ. എന്താണ് ഉണ്ടായത് നേരത്തെ? ടോണി സ്റ്റാർക്കൊക്കെ ഉണ്ട് ഇതില്. കണ്ടപ്പോൾ ടോണി സ്റ്റാർക്കിനെ പോലെ ഒന്നുമില്ല. പക്ഷെ എന്തായാലും എന്നെ മോനെ പൊളിക്കുന്നു ഞാൻ. ഗശരി കുറെ പറയാനിരിക്കട്ടെ. വല വിട്ടിടിക്കുന്നു. വലിച്ചടിക്കുന്നു. ഓക്കെ, അതിൽ വന്നൊരു കുറെ മണ്ടന്മാർ ബാങ്കിൻ്റെ ഉള്ളിൽ കയറി പേടിക്കുകയാണ്. അപ്പം നമ്മളങ്ങോട്ട് പോകും. ഓക്കെ, എന്തോ ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിവിടെ എത്തി. എന്നാടാ അവിടെ നിൽക്കണ ഷീൽഡ് പോലെ സാധനത്തിന് അവിടെ നിൽക്കണ ആ കൂളിയടാ. എടാ, അവൻ പറ്റവനല്ലേ? 2018 ഇറങ്ങിയ മറ്റേ സ്പൈഡർമാൻ, മാർവൽ സ്പൈഡർമാൻ 1 അതിലത്തെ മറ്റവനല്ലേ? ഫസ്റ്റത്തെ വില്ലന്. അവൻ്റെ പേര് ഞാൻ പറഞ്ഞത്. തൽക്കാലം നമുക്കത് നോക്കണ്ട. ഇവളാരാ? വെറുതെ വരുന്നില്ല ഇങ്ങോട്ട്. ഇവളാരത്? ആദ്യമാരെ നമുക്ക് പോയിക്കോ. ഹാക്കർ ഗേൾ. ഓക്കെ, കിങ് പിൻ. കിങ് പിൻ തന്നെ. എന്തോടാ സെയിം കളർ തന്നെയാണ് കിങ് പിൻ്റെ. ഐ വിൽ ട്രൈ ടു ഹാക്ക് ഇറ്റ് എന്തോ പറയാം. ഓക്കെ, അവൾ പറയുന്നത് ആ ഷീൽഡ് പോലെ സാധനം അവൾ ഹാക്ക് ചെയ്തിട്ട് അത് ലൈക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ അവൾ പോയിട്ട് അവനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വന്ന് മറ്റവന്മാരെ അപ്പോൾ അവൾ ഹാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് മറ്റേ ഇവൻ്റെ തഗ്സിനെ കൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇതാണ് തഗ്സ്. ഓക്കെ, മരുന്നിടിക്കണം. കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ബഫലോസാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. സ്പൈഡർ സെൻസ് വർക്കൗണ്ട് നല്ലത്. വെടി കിട്ടി, എന്നാലും നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്പൈഡർ ഫൈറ്റർ അവളെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവനെ അടിച്ചു തെറിപ്പിച്ചു. ഇവനെ അടിച്ചു തെറിപ്പിക്കുന്നു. അവനെ വല വിട്ടു എന്നല്ല, വല വിട്ടു. അവൻ ഇടിച്ചു. ഓക്കെ, ഷീൽഡ് ഓപ്പൺ ആയി. യെസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. നമുക്ക് ഓക്കെ, അവൾ പറയാണ്ട് ഇറ്റ് വർക്ക്. ഐ വിൽ ടേക്ക് ഓൺ. അവൾ പറയണത് അവൾ കിങ് പിന്നെ നോക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നെ നീ പോയിട്ട് തഗ്സിനെ ഫൈറ്റ് ചെയ്തോ. ഓക്കെ, അവളിതൊക്കെ പോയിട്ടുണ്ട്. ഈ മുസൽ ഹാക്ക് അത് നോക്കുന്നു. ഓക്കെ, നമ്മളിവിടെ എത്തി. നമുക്കത് കിട്ടി കാണണ്ടേ TV-യിൽ. നമുക്ക് അവളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ വേണ്ട ഷീൽഡ് പോലെ ഉണ്ട്. കോമ്പറ്റീഷൻ നമുക്കിപ്പോൾ മറ്റവന്മാരെ തഗ് ചെയ്ത് തരാം. ഇങ്ങോട്ട് വന്നു സ്ക്രീനിൻ്റെ കൊടുത്ത് നമുക്ക് ഇടിച്ച് പൊളിക്കേണ്ടതാണ്. ഓക്കെ, ഇടുക്കി. ഓക്കെ, കിങ് പിന്നെ അവളെ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നു. പുള്ളി മറ്റേ പുള്ളി തന്നെ കേട്ടാ. പിന്നെ നമുക്കിനി അവനെ ഇടിക്കണം വരുന്നു തോന്നുന്നു. നോക്ക്, ഞാനെന്തിനാ ഇവിടെ വെച്ചിരിക്കണം? അവൻ്റെ അടുത്ത് പോയിടിക്കും. ഓക്കെ, ഇടുക്കി നോൺ സ്റ്റോപ്പ് ഇടിക്കും. അവൻ തരാം കിടന്ന് മുട്ടി കിടന്നു. എന്താണ് പറ്റുന്നത്? എൻ്റെ മോനെ
ഇവനെന്താണ് ഭ്രാന്താണോ? അതേടാ നമ്മൾ ചാടി സ്വിങ് ചെയ്തൊക്കെ പോന്നു. ഇത് ഇഷ്ടപ്പെട്ടു മെക്കാനിക്സൊക്കെ. ഓക്കെ, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. നമ്മൾ ഇടിക്കുന്നു. പിന്നെ അവൻ നമ്മൾ വീഴ്ത്തി. ഓക്കെ, അവൾ പറയണത് താങ്ക്സ്, ഐ വിൽ ഹാൻഡിൽ ഇറ്റ് ഫ്രം ഹിയർ. അവൾ നോക്കിക്കോളുന്നാണ് പറയുന്നത്. ഗുഡ് സിറ്റി നീഡ് യു. ഓക്കെ പോവാൻ സിറ്റിയിലേക്ക് പോകാനെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് പോവാം. എന്തായാലും അവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ പോകേണ്ട ആവശ്യം. ടോണി സ്റ്റാർക്ക്, അയൺ മൂൺ. പിന്നെ നമുക്കെന്തോ കാരോ ബ്ലാക്ക് കാറ്റാ. നമ്മളിവിടെ കൂടെ ഫൈറ്റ് ചെയ്യണവരും അവിടെ പണിയുണ്ട്. തിരിച്ചു കൊടുക്കാം. ഇനി വല വിട്ട് സ്റ്റോപ്പ് ആക്കാം. ഓക്കെ, ഇനി ഇടിക്കൂ. ഓക്കെ, അവൾ പിന്നെ വന്നു. നമ്മളെ നല്ല പണിയുണ്ട്. ബ്ലാക്ക് കാറ്റിനെ എവിടെയാണ് കട്ടാനൊക്കെ ഉള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഓക്കെ, അവളെ നമ്മൾ ചിടിച്ചപ്പോൾ കാണുന്നില്ല. അവിടെ പോയി ഇതാണ് ഉണ്ടാവുന്നത്. ബ്ലാക്ക് കാറ്റിൻ്റെ വേറെ വേർഷനാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ ആഡ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വണ്ടി പോകുന്നുണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നു. അതെന്തോ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനത് ഞെക്കി. അതിമ തൂങ്ങിടുന്നു. നമ്മളത് സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും. യെസ്, അത് ഞെക്കിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ന്യൂ ഹീറോ അയൺ. ഇവനാണോ? ടോണി സ്റ്റാർക്കാണോ ഇവനൊക്കെ? അയൺ മാൻ. നമുക്ക് വേറെ ഓപ്ഷനുള്ളത് കൊണ്ട് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, വെൽക്കം ടു ബ്രിങ് ഇറ്റ് ബാക്ക്. ഓക്കെ, ഏതോ ഒരു മണ്ടൻ ഇവനല്ലേ നേരത്തെ കണ്ടു മൊട്ടത്തലയൻ. ഇവൻ്റെ കൂടെയാണ്. 2 ഹീറോസ് ഉണ്ട്. ഓക്കെ, നമ്മൾ 2 പേരും കൂടി. നമ്മളിപ്പോഴും സ്പൈഡർമാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവന്മാരിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. മറ്റവൻ അവിടെ ഇടുന്നിട്ടും പണികൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എല്ലാവന്മാരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. കഴിഞ്ഞു തോന്നുന്നു. അവൻ ബാക്കിയുള്ളവനെ ഇടിച്ച് തെറിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മളാണ് ഗാഡ്ജറ്റ് അൺലോക്ക്ഡ്. സ്റ്റൺ ടെറണ്ട അതെന്തോന്ന് ഞാൻ ഓക്കെ, അതെന്തോ കുറച്ച് ആക്ച്വൽ പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് പോയി വേറെ എവിടെയും മിഷൻ ഉണ്ടോ? അത് ഇവിടെ മിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ കവറൊക്കെ എടുക്കും. നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, അതെ, ഒരു കട്ട് സീൻ. ഓക്കെ, ഇവനാടാ അടുത്ത ബോസ്. ഓക്കെ, അപ്പോൾ ഇവനെന്തോ ചെയ്യുന്നുണ്ട്. എന്തോ സാധനം വെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ബ്ലാക്ക് കാറ്റ് പോലത്തെ പെണ്ണ് അവിടെയുണ്ട്. പിന്നെ ഞാൻ സാധനം ഹ്യൂമൻ ടോർച്ച് പോലത്തെ ഒരുത്തനെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ. മനസ്സിലാവില്ല. നമ്മളിവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ അയൺമാനെ എത്തിയിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമായിരിക്കും. ഓക്കെ തെറിപ്പിച്ചുള്ളത്. മിഷൻ തകർത്തു. ഓക്കെ, പിന്നെയും ഇടിക്കുകയാണ്. ഇടിച്ചടിച്ച് അവൻ്റെ ഊപ്പാൾ അളക്കുക. അതാണ് നമ്മളുടെ പരിപാടി. പിന്നെ എല്ലാം മായനും തീർത്തിട്ടുണ്ട്. ഓക്കെ അറിയാലോ ഗേസ്, ഞാൻ പറഞ്ഞുള്ളതാണ്. ടാഡ് എൻ്റെ എനിക്കത് വേണ്ട. ഓക്കെ, പറഞ്ഞുള്ളതാണ്. ഞാൻ തള്ളിയ ആരാണെങ്കിലും പോകുന്നു. അതാണ് ക്യാപ്റ്റൻ ന്യൂ ഹീറോ ബാറ്റിൽ പാസ് ഇസ് അവൈലബിൾ. ഇതാരാടാ? ഡെഡ് പൂളൊക്കെയാ? ദേടാ റെഡ് ഹൾക്കൊക്കെ മോനെ ദേടാ ആരാടാ? ഫാൽക്കൻ്റെ ഏടാ ക്യാപ്റ്റൻ അമേരിക്ക വിത്ത് തോർ സാമർ ന്യോർ. എനിക്ക് പറയാൻ എങ്ങനെയാണെന്നറിയില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഓക്കെ, നമ്മൾ സ്വിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ മിഷൻ ഉണ്ടോ? ഓക്കെ, റബ്ബ് ചെയ്യണം തോന്നുന്നു നമ്മൾ. ഓക്കെ, റബ്ബ് ചെയ്യുന്നു. എന്തൊക്കെയോ പേര് വരുന്നുണ്ടോ? അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരാട് കഴിഞ്ഞു വന്ന് നമുക്ക് പോകണം, തിരിച്ചു പോകണം. എന്തൊക്കെയോ പരിപാടികളുണ്ട്. അവിടെ നമുക്കൊരു പരിപാടി ഉണ്ട് ഗൈസ്, ക്ലെയിം ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ക്ലെയിം ചെയ്യുന്നില്ല. അവിടെ ഒരു പരിപാടി വാങ്ങിക്കുന്നുണ്ട്. അത് വെനത്തിൻ്റെ എന്തെങ്കിലും പരിപാടിയാണോ? എന്തോ പരിപാടി വാങ്ങിക്കണോ? ഇതേടാ മറ്റേ ഗ്യാങ് ബോസ് ഇസ് ഹിയർ. ഓക്കെ, ഇവനാണോ ഗ്യാങ് ബോസ്? ഓക്കെ, ഓക്കെ ഇവനാണോ? മാലിക്ക് പോടാ. അയ്യോ, നമുക്ക് പണി കിട്ടിയോ? അതിൽ ഇവനും നമ്മൾ ഇടിക്കുന്നു. ഇടിച്ച് ഇവൻ്റെ ഉപ്പാളാക്കുന്നു. വല വിട്ട് സ്റ്റോപ്പാക്കുന്നു. ഇടിക്കുന്നു. മരടുത്തിടിച്ചു. ഓക്കെ, നമ്മൾ ക്ലോസ് കൊടുത്തു. ഡിസ്കോഡും നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. ക്യാപ്റ്റൻ അമേരിക്ക പിന്നെയും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് പിന്നെ എന്താ പക്ഷെ അൺനോൺ ഒബ്ജക്റ്റ് ഇൻ ദ എയർ അങ്ങനെ എന്തോ ആണ് ലൈക്ക് പറഞ്ഞത്. ക്ലെയിമും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ,
അതാണ് എടാ നമുക്ക് വെനത്തിൻ്റെ മറ്റേ ഫോട്ടോ പോലത്തെ സാധനം നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് ആ മിഷൻ ഒന്ന് കംപ്ലീറ്റ് നോക്കാം. വെനത്തിന് നമുക്ക് കിട്ടുമോ നോക്കാട്ടോ. ഏടാ നോക്കടാ. പിടിച്ചു വലിച്ചു. ഇത് വെനത്തിന് എന്തെങ്കിലും പരിപാടിയായിരിക്കും എനിക്ക് ഉറപ്പാ. ഓക്കെ ഇതൊക്കെയോ വരുന്നുണ്ട്, ഞാനൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഓക്കെ നമ്മൾ തിരിച്ച് ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ വെനയർമാരുടെ എന്നാ കുറേ ഇവന്മാരിനൊക്കെ നമ്മൾ ഇടിക്കണോ? അടിയിലേക്ക് അമ്മമാർ നമ്മളെ ഇടിക്കണം. അപ്പോൾ തിരിച്ചടിക്കാം. എന്തൊരു ഓക്കെ ഹൾക്കിനൊക്കെ അടിച്ചു. നെക്സ്റ്റ് ലെവൽ വിക്ടറി. ഓക്കെ ഇതാണ് വെനത്തിൻ്റെ ഒരു സ്പെഷ്യൽ വേർഷൻ. ഇതിൽ വെനൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ഇവനൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. അതൊക്കെ പൊളിയായിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ ഫിനിഷർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പൊളിക്കും. ഇവനൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റിയത് പൊളിക്കുമോ? അത് പൊളിക്കും. ഇവനൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റിയത് പൊളിക്കും. ഭയങ്കര നല്ലതായിരിക്കും വിചാരിക്കുന്നു ഞാനത്. ഓക്കെ നമ്മൾ പിന്നെ ഫിനിഷർ യൂസ് ചെയ്ത് അവനെ ചെക്ക് ചെയ്യാനിരിക്കുന്നു. നെക്സ്റ്റ് ലെവൽ ആഡ് പിന്നെ ബ്രോൾ സ്റ്റാർസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ബാക്ക് ടു ഗെയിം. ഓക്കെ അപ്പം നമുക്കിന്ന് എന്ത് ചെയ്യാം? വേറൊരു പരിപാടി ഒന്നും സ്റ്റെക്കായി തന്നു ഗെയിം ആഡ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, ഒരു പ്രശ്നമില്ല. ഓക്കെ വന്നിട്ടുണ്ട്. പിന്നെ അനിമീസ് വന്നിട്ടുണ്ട്. മഴ കൂടെ ഫൈറ്റ് ചെയ്യണം. ഓക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ നമ്മളെ പവർ വെച്ച് എല്ലാം ക്യാപ്റ്റൻ അമേരിക്കൊക്കെ വന്നു എൻ്റെ മോനെ. ഓക്കെ പിന്നെയും ഫൈറ്റ് ആയിരിക്കുന്നു. അവിടെ എന്തൊക്കെ പോർട്ടൽ പോലത്തെ ഓപ്പൺ ആക്കിയിട്ട് മണ്ടമാര് വരുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എനിക്ക് സംശയം എന്ന് വെച്ചാൽ നമ്മളുടെ സ്പൈഡർമാനില്ലേ അവൻ്റെ മേലോടെ സിംബ്യൂട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടാന്ന് തോന്നി ഇങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടാക്കിയത്. എനിക്കറിയില്ലത്. ഓക്കെ നമുക്ക് ഇടിച്ചു. ഓക്കെ നമ്മളെല്ലാം അടിച്ച് തെറിപ്പിച്ചിരിക്കുന്നു. വിക്ടറി നെക്സ്റ്റ് ലെവൽ അഗെയിൻ നെക്സ്റ്റ് ലെവൽ. ഓക്കെ ഇത് നെക്സ്റ്റ് ലെവൽ എന്തോ ആഡ് വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമ്മൾ ഫൈറ്റ് അവിടെ പോയിരിക്കുകയായിരുന്നു. ഓക്കെ പിന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോർട്ടലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ചാടിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ ഇനിയും ചാടിക്കൊണ്ടിരിക്കുന്നു. ചാടിക്കൊണ്ടേയിരിക്കുന്നു. അടിക്കുന്നു പൊളിക്കുന്നു. ഞെക്കുന്നു. ഓക്കെ എല്ലാവരും അടിച്ച് തെറിപ്പിച്ചു. പിന്നെ ആൾക്കാർ വന്നു. നമ്മൾ പിന്നെയും അവനെ പിടിച്ച് തെറിപ്പിക്കുന്നു. നോ ബേഴ്സി അറ്റോൾ. പിന്നെയും ഇടിച്ച് തെറിപ്പിക്കുന്നു. പിന്നെ ആൾക്കാർ വരുന്നു. ഇതെന്താടാ നോൺ സ്റ്റോപ്പ് ഇരിക്കുന്നു? ആരാടാ? ഹൾക്കിൻ്റെ വേറൊരു വേർഷൻ, ക്യാപ്റ്റൻ അമേരിക്ക, പിന്നെ റെഡ് പൂളിൻ്റെ വേറൊരു വേർഷൻ, പിന്നെ കുറേ കുരങ്ങന്മാരെല്ലാം എന്തൊക്കെയാണ് ഗെയിമിന്. ന്യൂ സ്കിൻ അൺലോക്ക്. ഓക്കെ ഇതെന്താടാ മറ്റേ സ്പൈഡർമാൻ സ്കിൻ? പക്ഷെ എനിക്കിത് ഇഷ്ടമായില്ല. നമുക്ക് പഴയ സ്കിൻ തന്നെ ഇഷ്ടമായത്. എനിക്ക് പുതിയ സ്കിൻ ഇഷ്ടമായില്ല. കണ്ടോ ലൈക്ക് ഒരു സ്പൈഡർമാൻ്റെ ആ ലുക്ക് വരുന്നില്ല. ഇതാണ് പിന്നെ ഓക്കെ ലൈക്ക് ഒരു മറ്റതാണ് പിന്നെ പിന്നെ ആണോ ന്യൂ സ്യൂട്ട്സ്. സോ ഗൈസ് കുറേ സ്യൂട്ടുകളുണ്ട്. കുറേന്ന് വെച്ചാൽ നമ്മുടെ കുറേ സ്യൂട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. സ്യൂട്ടുകൾ എടുക്കാൻ നോക്കുന്നതായിരിക്കും. നമ്മൾ ഈ സ്യൂട്ട് തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. ഓക്കെ ഗാഡ്ജറ്റ്സൊക്കെ നോക്കിയിട്ട് ഈ ഗാഡ്ജറ്റ്സ് നമുക്കുണ്ട്. ഈ ഗാഡ്ജറ്റാണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് വെച്ചിട്ട് ഇതിനൊക്കെ എടുക്കാം. അടിയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ 3 പേരെ ഒരുമിച്ചൊക്കെ വെബ് ചെയ്യാം. ഇതെന്തിനായിരിക്കുമോ? ഇതാണ് നമ്മൾ ഇടയിലുള്ളത്. വെറുതെ വെബ് ചെയ്ത് ഇടയിലുള്ളത്. ഓക്കെ നമുക്ക് ഇത് എക്യൂപ്പ് ചെയ്യാം. ഓക്കെ ഇതൊക്കെ ആഡ് വന്നിരിക്കുകയാണ്. ഓക്കെ നമ്മൾ പിന്നെയും വിട്ട് ഓക്കെ എന്തൊക്കെ ഉണ്ടാവണം നമ്മൾ. ഓക്കെ സ്പൈഡർമാൻ തെറിച്ച് പോയിരിക്കുന്നു. ഇതിൽ പീറ്റർ പാർക്കർ തന്നെയാണോ എനിക്ക് പിടിയില്ല കേട്ടോ. ഓക്കെ പിന്നെ അയൺമാൻ വന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ എല്ലാവരും പോയി ഇത് തന്നെ ഇടിച്ച് ഇതാക്കും. നമ്മൾ വെബ് ചെയ്ത് ഇടിച്ച് പിന്നെ മലർത്തി കളയുകയാണ്.
ഇടിച്ച് റിബിക്സ് നമ്മളാണ്. കുഴപ്പമില്ല, നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ച് ഒരു ഇതാക്കി ആക്കുകയാണ്. സോ ഗൈസ്, നമുക്ക് അടുത്ത ഹീറോനെ കിട്ടി. ഇവൻ്റെ പേരാണ് വൈറസ്. ഇവനത്തിൻ്റെ ചേട്ടനോ അനിയനോ ആയിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈറസ്. ഓക്കെ, എന്തായാലും നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനി ആൾക്കാർ വരുന്നുണ്ട്. എടാ വൈറസായിട്ടുണ്ട്. നമ്മൾ വൈറസിൻ്റെ ചേട്ടനും ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നു. നമ്മൾ അവന്മാരെ കടിച്ച് തെറിപ്പിക്കുന്നു. അവന്മാർ നമ്മളെ അടിക്കുന്നു. നമ്മൾ സ്പൂറമാനായിരിക്കുന്നു. നമ്മൾ ഒരുത്തൻ നമ്മളെ അടിച്ചിട്ടു. നമ്മൾ വെബ് ഫ്ലൂയിഡ് വെച്ചിട്ട് അവന്മാരെ വല കെട്ടി വെച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല, ബഗ്ഗായി പോയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിക്ടറി. പക്ഷെ നമ്മൾ ലീവാണ്, കാരണം എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. നെക്സ്റ്റ് ലെവല് ഞാൻ എന്താ ലീവ് തന്നെയാക്കിയത്. എനിക്കിനി അടുത്ത ലെവലിലേക്കൊന്നും പോകേണ്ടതൊന്നും ഞാൻ അവിടെ എന്തോ മിഷൻ ഉണ്ട് ഈ സ്ഥലത്തിൽ. ഈ സാൻഡ് ഇതെന്താ സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. സാൻഡ് മാൻ. സാൻഡ് മാൻ എന്തെങ്കിലും സ്ഥലമാണോ എനിക്ക് മനസ്സിലാവില്ല. എടാ ഹ്യൂമൻ ടോർച്ച് പോലത്തെ ജീവി, അവനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ്. നമ്മൾ പോവാണ്. അവിടെ എന്തോ ആൾക്കാരുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫൈറ്റിന് റെഡി ആക്കിയോ. നമ്മൾ അവനൊക്കെ വല വെട്ടിട്ടിരിക്കുകയാണ്. പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിരുന്നു. എന്തൊക്കെയോ ഉണ്ടാവുന്നുണ്ട്. നമ്മളത് എടാ വോൾവറിൻ ലോഗന്നെ വരെ അവർ കയറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല. നമ്മൾ കഴിഞ്ഞോ. നമുക്ക് എവിടെയോ അടുത്ത മിഷൻ വരുന്നുണ്ട്. എവിടെയോ എവിടെ ഇടിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആഡ് തന്നെ അങ്ങോട്ട് പോവുകയായിരിക്കും. പോവാ തന്നെ, അവിടെ തന്നെയായിരിക്കും പോവുക. നമ്മൾ അങ്ങോട്ട് പോകണം. പോയ ശേഷം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് വേഗം പോവാം. എവിടെയാണെന്ന് മനസ്സിലാവണില്ല. അവിടെയാണ് ഏരോ കാണിക്കണം. നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ മേലെയാണോ എനിക്കറിയില്ല. എത്താൻ പറ്റില്ല. അവിടെ എത്താൻ പറ്റും. അതിൻ്റെ മേലെയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായി അറിയില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. നമ്മളിവിടെ വന്നിരിക്കുന്നു. നമ്മളിവിടെ എത്തി. ഇവിടെ അടുത്ത ഇത് സ്കിപ്പ് എനിക്കിത് കാണണ്ട. വേഗം നമ്മൾ മാറ്റി. സ്നേക്ക് ക്ലാഷ്. നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ കളിക്കാൻ പോവുകയാണ് ഗെയിം. നമ്മൾ പിന്നെ സ്റ്റെക്കായിട്ടാ. അപ്പോൾ സ്റ്റെക്കായിരിക്കുകയാണ്. കുറച്ചൊന്ന് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ശരിയാവണം, വേഗം ശരിയായി. എത്രയും നല്ലതായിരുന്നു. ശരിയാവണേ. ശരിയായി. ലെറ്റ്സ് ഗോ. ഇവിടെ തന്നെയാന്ന് തോന്നുന്നു പറഞ്ഞ സ്ഥലം. ഇവിടെയാണോ? ഇവിടെ ഇല്ലേ? എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അവിടെയാ പറയണേ. നമുക്ക് എന്തായാലും ചാടാം. നമ്മൾ അങ്ങോട്ട് നമ്മൾ കയറി. ഇവിടെയാണോ സ്ഥലം? ഇവിടെ തന്നെയാണ്. ഡിസ്ട്രോയ് എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നു. നമ്മൾ ഇവിടെ പോയി ഡിസ്ട്രോയ് ചെയ്തു. വെള്ളം വന്നു. ഇനി പോകണം തോന്നുന്നു. ക്ലെയിം. പക്ഷെ നമ്മളിപ്പോൾ ക്ലെയിമൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ക്ലെയിം ചെയ്യണല്ലോ. നമുക്കിപ്പോൾ ചാടി പോകാം. പരസ്യം വന്നു. എനിക്ക് ഇഷ്ടമല്ല. ഇത് മറ്റത് മനുഷ്യനെ പറ്റിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങൾ. നമ്മളെന്തായാലും അതൊന്നും നോക്കുന്നില്ല. ടാപ്പ് ടു ഡിഗ്. നമ്മളൊന്ന് ഡിഗ് ചെയ്ത് നോക്കുന്നു. എന്തെങ്കിലും ആവട്ടെ. ഡിഗ് ചെയ്യൂ. അത് പോയിണ്ട്. നല്ലത്. ഇനി സ്പൈഡർമാൻ. ബാക്ക് ടു സ്പൈഡർമാൻ. ഗ്ലിച്ചായിരിക്കുന്നു ഗെയിം. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ചാടി. ഇവിടെയാണ് സ്ഥലം പറയുന്നത്. ഇവിടെയാണ് സ്ഥലം പറയുന്നത്. ഇവിടെയല്ലേ സ്ഥലം പറയുന്നത്? ഇവിടെ തന്നെ. പിന്നെ അവന്മാര്
ഓ മഴ ഇടിക്കണേ ഞാൻ. ഓ മഴ ഇടിച്ചിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇടിച്ച് തെറിച്ചു. കഴിഞ്ഞ കാര്യം അവന്മാർ ഓക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ബ്രോൾ സ്റ്റാർസ് നമ്മളെന്തായാലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ ഗെയിംസൊക്കെ കളിക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ കളിക്കുന്നതായിരിക്കും. ഓക്കെ എന്തോന്നാടാ? ഓ എഡ്ഗാർ. ഓക്കെ നമുക്കെന്തായാലും ബ്ലൂ സ്റ്റാർസൊക്കെ മാറ്റാം, സ്കിപ്പ് ചെയ്യാം. നമുക്ക് നമ്മളുടെ പണി തന്നെ തുടങ്ങാം. സ്പൂറമോൻ്റെ പണിയെ തുടങ്ങാം. ഓക്കെ ബാക്ക്. ഓക്കെ പിന്നെയും ഭയങ്കര ലാഗ്. ഓക്കെ ഇത് ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ലാഗുണ്ട്, കുഴപ്പമില്ല. ഓക്കെ റെഡിയായിട്ടുണ്ട്. ഓക്കെ ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയുണ്ടോ ഫൈറ്റ്? ഞാൻ വിചാരിക്കുകയാണ് നമുക്കിവിടെ നിർത്തിയാലാണ്, കാരണം ഇപ്പോൾ തന്നെ കുറേ നേരമായിട്ടുണ്ട് വീഡിയോ. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഭാഗം കുറേ ക്ലെയിമൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ചിലപ്പോൾ ന്യൂസ് യൂട്ടൊക്കെ ഇട്ട് കളിക്കുന്നതായിരിക്കും, അറിയില്ല എങ്ങനെയുണ്ടാവുമെന്ന്. ഓക്കെ എനിക്കൊരു പിടിയിൽ എങ്ങനെയുണ്ടാവുന്നതൊക്കെ. നമ്മൾ ഇവനായിട്ട് കളിച്ചിട്ടില്ല അത്രേ. അപ്പം നമുക്കൊന്ന് തൽക്കാലം ഇവനെന്തെടുത്ത് പറപ്പിച്ച് കളിക്കാം. ഓ കുഴപ്പമൊന്നുമില്ല. ഇതിൽ മിസൈൽ വിടുന്ന ഓപ്ഷൻ ഉണ്ട്. ഓ ഇത് മിസൈൽ കിട്ടും അയൺമാൻ്റെ പോലെ തന്നെ. പിന്നെ പൊങ്ങണ ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്ന് ഇടിച്ചു. ഇനി അടിയിലേക്ക് പോകണ ഓപ്ഷൻ ഉണ്ട്. അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഒരു മാസ് എൻട്രി. ഓക്കെ അതൊക്കെ പൊളിച്ചു. ഓക്കെ ഗൈസ് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ വെച്ച് നമുക്ക് ഗെയിം നിർത്തിയാലും, കാരണം കുറേ നേരമായിട്ടുണ്ട് ഗെയിം. സോ ഗൈസ് പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം നമ്മൾ സെക്കൻഡ് പാർട്ടായി വരുന്നതായിരിക്കും. ചിലപ്പോൾ നാളെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ നിർത്തുന്നതായിരിക്കും. സോ എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്. എന്തെങ്കിലും പുതിയ ഗെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. അപ്പോൾ നമ്മളെന്തായാലും കളിക്കുന്നതായിരിക്കും. സോ ഗൈസ് ബൈ, എല്ലാവർക്കും നന്നായി വരട്ടെ.